ചർച്ചയിലേക്ക് പ്രധാനമന്ത്രി പറഞ്ഞത് നമ്മൾ കേട്ടു. കൃത്യമായി പാകിസ്ഥാൻ എന്താണെന്ന് ആവർത്തിച്ച് അടിവരയിട്ട് പറയുകയായിരുന്നു അദ്ദേഹം. ശ്രീജിത് പണിക്കർ, പ്രധാനമന്ത്രി ഇപ്പോൾ പറഞ്ഞതുമായി ചേർത്തുവെച്ച് ഒരു ചോദ്യമാണ്. ഇന്ത്യ പാക് യുദ്ധം, പ്രധാനമന്ത്രി അങ്ങനെ തന്നെയാണല്ലോ വിശേഷിപ്പിച്ചത്, യുദ്ധമുഖം എന്ന് തന്നെ പറഞ്ഞു. ഇന്ത്യ പാക് യുദ്ധം ഇത്ര പെട്ടെന്ന് അവസാനിക്കാൻ കാരണമെന്ത്? കൃഷ്ണരാജ്, നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു സംഘർഷത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാകും. ഇതിൽ പങ്കെടുക്കുന്ന രണ്ടാൾക്കാർക്കും. അതിൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ വളരെ കൃത്യമായിട്ട് നമ്മുടെ ഇതിൽ നിന്ന് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ടാക്ടിക്കൽ ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്ന് പ്രഖ്യാപിച്ചിരുന്നു. ആദ്യം നടത്തിയിരുന്ന പത്രസമ്മേളനത്തിൽ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പങ്കെടുത്തിരുന്ന ആ പത്രസമ്മേളനത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നത് നമ്മുടെ അറ്റാക്ക് എന്ന് പറയുന്നത് ഒരിക്കലും പാകിസ്ഥാൻ മിലിറ്ററിക്കെതിരെ അല്ല, പാകിസ്ഥാന്റെ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പൗരന്മാർക്ക് നേരെയല്ല, മറിച്ച് നമ്മുടെ അറ്റാക്ക് എന്ന് പറയുന്നത് വളരെ പ്രിസിഷൻ ടാർഗറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ നടത്തുന്നത് അവിടെയുള്ള തീവ്രവാദ കേന്ദ്രങ്ങളെ ആക്രമിക്കുക എന്നത് മാത്രമാണ്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ച ആൾക്കാരെ മായ്ച്ചു കളയുക ലോകത്ത് നിന്ന് എന്നുള്ള ഒരു ലക്ഷ്യമാണ് നമ്മൾ പൂർത്തീകരിക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്നത് പാകിസ്ഥാനെതിരെയുള്ള ഒരു യുദ്ധമല്ല, മറിച്ച് അവിടെയുള്ള തീവ്രവാദ ക്യാമ്പുകളെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത് അച്ചീവ് ചെയ്തു. അത് തന്നെയുമല്ല, ആദ്യത്തെ ദിവസം നടത്തിയിരുന്ന പത്രസമ്മേളനം മുതൽ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വരുന്നതിന്റെ അന്ന് രാവിലെ ഉണ്ടായിരുന്ന പത്രസമ്മേളനത്തിൽ വരെ നമ്മൾ ആവർത്തിച്ചു പറഞ്ഞത് നമ്മൾ ഇതിനെ എസ്കലേറ്റ് ചെയ്തിട്ട് ഒരു യുദ്ധത്തിലേക്ക് പോകാനായിട്ട് താല്പര്യപ്പെടുന്നില്ല എന്ന് തന്നെയാണ്. നമ്മൾ എപ്പോഴും പറഞ്ഞത് പാകിസ്ഥാനെതിരെ നമ്മൾ നടത്തിയിരിക്കുന്നത് നോൺ എസ്കലേറ്ററി ആയിട്ടുള്ള ആക്ഷൻസ് ആണ്. അത് യുദ്ധത്തിലേക്ക് പോകുമെന്ന് നമ്മൾ കരുതുന്നില്ല. എല്ലാം വളരെ പ്രിസൈസ് ആണ്, മെഷേർഡ് ആണ്, ഒപ്പം അത് വളരെ റെസ്പോൺസിബിൾ ആയിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, പ്രൊപ്പോർഷനേറ്റ് ആണ്. ഇങ്ങനെയുള്ള വാക്കുകളാണ് ആദ്യം മുതൽ ഏറ്റവും അവസാനം നടത്തിയിരുന്ന പത്രസമ്മേളനം വരെയും നമ്മൾ ഉപയോഗിച്ചത്. എന്ന് വെച്ചാൽ ഒരു ഘട്ടത്തിലും ഇത് ഒരു വെടിനിർത്തൽ എന്ന് പറയുന്നതിനെ നമ്മൾ കണക്കിലെടുക്കാതെ ഇരുന്നിട്ടില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ അതിന് വില്ലിംഗ് ആണ് എങ്കിൽ നമ്മൾ അതിന് തയ്യാറാണ് എന്ന സന്ദേശം തന്നെയാണ് നമ്മൾ കൊടുത്തത്. കാരണം ഏറ്റവും അവസാനം നടന്നിരുന്ന ഈ സീസ്ഫയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറയുന്ന ദിവസം രാവിലെ ഉണ്ടായിരുന്ന പത്രസമ്മേളനത്തിൽ വരെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത് നമുക്കിതിനെ എസ്കലേറ്റ് ചെയ്യാൻ താല്പര്യമില്ല, പ്രൊവൈഡഡ് പാകിസ്ഥാൻ റെസിപ്രോക്കേറ്റ്സ് ഇറ്റ്. നിങ്ങൾക്കും അങ്ങനെ ആഗ്രഹമില്ല എങ്കിൽ ഞങ്ങൾക്കത് ആഗ്രഹമില്ല എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇത് യുദ്ധത്തിലേക്ക് പോകണമെന്ന് നമുക്ക് താല്പര്യമില്ല, വെടിനിർത്തലിനുള്ള ഒരു സ്കോപ്പ് അവിടെ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ അതേപോലെ തന്നെ പരിഗണിക്കും എന്നുള്ള ഒരു സന്ദേശമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ആരെങ്കിലും ഒരു മിഡിൽമാൻ ബ്രോക്കർ ചെയ്തു എന്ന് പറയുന്നതിൽ കാര്യമില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഉൾപ്പെടെ, നോർവേ ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങൾ ഉൾപ്പെടെ നിരവധി ആൾക്കാരോട്, നമ്മളോട് സൗഹൃദമുള്ള രാജ്യങ്ങളോടെല്ലാം തന്നെ, ഈവൻ സൗഹൃദം അധികമില്ലാത്ത ചൈനയോട് പോലും നമ്മൾ ഇതിന്റെ വിവരങ്ങളെല്ലാം തന്നെ അനുദിനം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഒരു ദിവസം മൾട്ടിപ്പിൾ ടൈംസ് നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ കൂടി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലെല്ലാം തന്നെ നമ്മൾ ആവർത്തിക്കുന്നത് ഇത് നോൺ എസ്കലേറ്ററി മെത്തേഡിലാണ് പോകുന്നത് എന്ന് തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഒരു സമയത്തും ഇതിനെ ഏതെങ്കിലും ഒരു മറ്റൊരു ലക്ഷ്യത്തിലേക്ക് റീറൂട്ട് ചെയ്ത് വിടുക എന്നുള്ളത് നമ്മുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല. അത് പാക് ഒക്യുപ്പൈഡ് കാശ്മീരിനെ പിടിച്ചെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം നമുക്കില്ല. പാകിസ്ഥാനെതിരെ ഒരു ഫുൾ ബ്ലോൺ അറ്റാക്ക്, ഒരു ഫുൾ സ്കെയിൽ യുദ്ധം എന്നതൊന്നും തന്നെ നമ്മുടെ ലക്ഷ്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇന്ന് പ്രധാനമന്ത്രി അല്പം മുമ്പ് പറഞ്ഞിരിക്കുന്നത് തന്നെ കനത്ത ആഘാതമേൽക്കുന്ന സമയത്ത് ലോകത്തിന് മുന്നിൽ പാകിസ്ഥാൻ ഓടി നടന്നു സഹായ അഭ്യർത്ഥനയുമായി ബന്ധപ്പെട്ട്. അങ്ങനെയാണ് അവസാനം നമ്മുടെ ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസിനെ വിളിച്ച് അന്നത്തെ ദിവസം വൈകുന്നേരം 3:30 സംസാരിക്കുന്നത് എന്നാണ്. എന്ന് വെച്ചാൽ പാകിസ്ഥാനാണ് ഇത് നിർത്താനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നത്. നമുക്ക് എപ്പോഴും അറിയാമല്ലോ, അപ്പർ ഹാൻഡ് കിട്ടുന്ന ആളല്ല. ആനയും ഉറുമ്പും തമ്മിൽ ബഹളം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറുമ്പ് വേണം അതിൽ ക്ഷമാപണം നടത്തുന്നതും അല്ലെങ്കിൽ നമുക്ക് ഈ പ്രശ്നം അവസാനിപ്പിക്കാം എന്ന് പറയുന്നതും. ആനയ്ക്ക് ഇതിന്റെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പാകിസ്ഥാനാണത് ഇനിഷ്യേറ്റ് ചെയ്തത് എന്നതുകൊണ്ട് തന്നെ എത്രത്തോളം ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് പാകിസ്ഥാൻ വിഷയത്തിൽ ഉണ്ടായിരുന്നത് എന്നതിനെക്കുറിച്ചും വളരെ വ്യക്തമാണ്. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു മിഡിൽമാനെ ഇതിൽ കൊണ്ടുവരിക, ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറയുന്നത് ട്രേഡുമായി ബന്ധപ്പെട്ട് ഞാൻ ചില ഉപാധികൾ വെച്ചത് കൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിവിടെ ഒരു മിഡിൽമാനെ ഒരു ഘട്ടത്തിലും എൻഗേജ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു മിഡിൽമാൻ ഉൾപ്പെടുക എന്ന് വെച്ചാൽ അത് കേവലം നമ്മൾ സംസാരിക്കുന്ന ആൾക്കാർ നമ്മളോട് നിങ്ങൾ യുദ്ധത്തിലേക്ക് പോകണ്ട എന്ന് പറയുന്നതല്ല. അതെല്ലാ രാജ്യങ്ങളും പറയുന്നതാണ്. അവര് ഔദ്യോഗിക നിലപാടെടുത്തിട്ടുണ്ട് എല്ലാ രാജ്യങ്ങളും. ഒപ്പം ഇന്ത്യയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്തും ഞങ്ങൾ ഇതിനെ എസ്കലേറ്റ് ചെയ്യരുത് എന്ന് ആവശ്യപ്പെട്ടു എന്നാണ് ഈ രണ്ട് രാജ്യങ്ങളോടും സംസാരിച്ചിരിക്കുന്ന മറ്റുള്ള എല്ലാ രാജ്യങ്ങളും പറഞ്ഞിരിക്കുന്നതും. ഒരു മിഡിൽമാൻ വരുന്നത് എവിടെയാണ്? രണ്ട് രാജ്യങ്ങളും കൂടി ചേർന്നുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ മധ്യസ്ഥം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു മിഡിൽമാൻ ഉണ്ടാകുന്നത്. ഇപ്പോൾ റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള പൊസിഷൻ എന്താണ്?
രണ്ടുപേരും ഈ സംഘർഷം ലഘൂകരിക്കണം, നിങ്ങൾ ചർച്ചകളിലേക്ക് പോകണം എന്നുള്ളതാണ്. എന്ന് കരുതി ആ വിഷയത്തിൽ ഇന്ത്യ ഒരു മിഡിൽമാൻ അല്ല. അതേപോലെ തന്നെ ഒരു മിഡിൽമാനെ എൻഗേജ് ചെയ്യുന്നതിന് അതിൻ്റെതായിട്ടുള്ള വളരെ ടാക്ടിക്കലായിട്ടുള്ള ഒരു നടപടിയുണ്ട്, അതിവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഇന്ത്യയുടെ യുദ്ധ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 1965 യുദ്ധത്തിൽ ഇന്ത്യക്ക് വളരെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു പൊസിഷനും നമ്മൾ ഡിസൈസീവ് ആയിട്ടുള്ള ഒരു വിജയത്തിലേക്കും പോകുന്ന സമയത്ത് അതിന്റെ ഒരു മധ്യസ്ഥം വഹിച്ചിരിക്കുന്നത് സോവിയറ്റ് യൂണിയനാണ്. എന്തുകൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ എന്ന് ചോദിച്ചാൽ രണ്ട് കക്ഷികൾക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു മൂന്നാമൻ, അങ്ങനെ ഒരു മൂന്നാമൻ വരികയും ആ മൂന്നാമന്റെ സ്ഥലത്ത് വെച്ച് താഷ്കെൻഡിൽ വെച്ച് അലക്സി കസിഗിന്റെ നേതൃത്വത്തിൽ നമ്മൾ ആ ഒരു ട്രീറ്റി ഒപ്പിടുകയും ഒക്കെയാണ് ചെയ്തത്. അതാണ് മധ്യസ്ഥത. അതല്ലാതെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് വന്നിട്ട് ഞാൻ ബ്രോക്കർ ചെയ്തിട്ടാണ് ഇവിടെ പീസ് എന്ന് പറയുന്നതല്ല ഒരാൾ മിഡിൽമാൻ ആകുന്നത്. മറിച്ച് രണ്ട് രാജ്യങ്ങളോടും സംസാരിച്ചിരിക്കുന്ന ഒരേ ഒരു രാജ്യം ഇവിടെ അമേരിക്ക മാത്രമല്ല, അല്ലെങ്കിൽ മാർക്കോ റൂബിയോയോ ഡൊണാൾഡ് ട്രംപോ JD വാൻസോ മാത്രമല്ല, മറ്റുള്ള നിരവധി ആൾക്കാരും സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയുടെ താല്പര്യത്തിൽ ഒരിക്കലും ഓപ്പറേഷൻ സിന്ദൂർ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധം എന്നത് നമ്മൾ ആഗ്രഹിച്ചിരുന്നില്ല. ഇനി ആരെങ്കിലും ബ്രോക്കർ ചെയ്തിട്ടാണ് ഇവിടെ പീസെങ്കിൽ നമ്മൾ എവിടെയാണ് രാജ്യത്തിന്റെ നിലപാട് മാറിയത് എന്ന് പറയണം. അതായത് നമ്മൾ യുദ്ധത്തിലേക്കാണ് പോകുന്നത് എന്നൊരു പ്രഖ്യാപനം നടത്തുകയും അമേരിക്കയോ മറ്റാരെങ്കിലുമോ ഇടപെടുന്ന സമയത്ത് നമ്മൾ ആ സമീപനത്തിനെ മൃദുവാക്കിയിട്ട് നമ്മൾ സീസ് ഫയറിന് പോകാം എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരു നിലപാടിലെങ്കിലും നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ടോ, തിരുത്തൽ വരുത്തിയിട്ടുണ്ടോ, പിന്നാക്കം പോയിട്ടുണ്ടോ? ശരിയാണ്. രാഷ്ട്രീയമായിട്ടുള്ള മുതൽ വിക്രം മിശ്രി ആകട്ടെ, രാജ്നാഥ് സിംഗ് ആകട്ടെ, വാർത്താ സമ്മേളനങ്ങൾ നടത്തുമ്പോഴൊക്കെ പറഞ്ഞത് ഞങ്ങളായിട്ടൊന്നും തുടങ്ങുന്നില്ല, നിങ്ങൾ തുടങ്ങിയാൽ അത് അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കും എന്നാണ്. ഈ സമാധാനമാണ് വേണ്ടത്, ഞങ്ങൾ യുദ്ധത്തിലേക്ക് പോകുന്നില്ല എന്നവർ ആവർത്തിച്ചു പറഞ്ഞു. ഇതിലിപ്പോൾ ഈ അമേരിക്കയുടെ ഇടപെടൽ എന്നതിനെ പൂർണ്ണ തൃപ്തിയോടെ ഒന്നും ഭാരതം സമീപിക്കുന്നില്ല. അത് കഴിഞ്ഞ ദിവസങ്ങളിലെ മറുപടി നമ്മൾ കണ്ടതാണ്. നോക്കൂ, ഇനി കശ്മീരും പാകിസ്ഥാനുമായ ഒരു ചർച്ച ഉണ്ടാകുമെങ്കിൽ അത് ഭീകരതയുടെ ചർച്ച കൂടിയായിരിക്കും. ഭീകരത കൂടി അതിലേക്ക് വിഷയമായി വരുമെന്ന് ഇന്ത്യ ആവർത്തിച്ച് പറയുന്നുണ്ട്. പ്രധാനമന്ത്രി അല്പം മുമ്പ് പറഞ്ഞു. അതിനർത്ഥം കശ്മീർ ചർച്ചയിൽ ഒരു മധ്യസ്ഥത വേണ്ട എന്ന് പറയാതെ പറയുകയാണോ അദ്ദേഹം? കൃഷ്ണരാജ്, അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ഉണ്ട്. കാരണം വളരെ പ്രിസൈസ് ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്ന വേർഡ്സ് ആണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ടെററിസത്തിനെ കുറിച്ചും പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിനെ കുറിച്ചും മാത്രമേ നമ്മൾ ചർച്ച ചെയ്യൂ എന്നാണ്. മുമ്പ് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിനെ കുറിച്ച് ചർച്ച ചെയ്യുമെന്നുള്ളതായിരുന്നില്ല ഈ രണ്ട് രാജ്യങ്ങളും എടുത്തിരിക്കുന്ന പൊസിഷൻ. കാശ്മീർ വിഷയം ചർച്ച ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ കാശ്മീർ എന്ന് പറയുമ്പോൾ ഇന്ത്യ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന കാശ്മീരുണ്ട്, പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള കാശ്മീരുണ്ട്. അങ്ങനെ ഒരു ടോട്ടാലിറ്റിയിലാണ് ഈ കാശ്മീർ എന്നുള്ള തർക്കം. പക്ഷെ ഇപ്പൊ ഇന്ത്യ പറയുന്നത് നമ്മുടെ ഭാഗത്തെ കാശ്മീരിനെ പറ്റി ചർച്ചയേ ഇല്ല എന്ന് തന്നെയാണ്. പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിനെ പറ്റിയാണ് ഇനി ചർച്ച എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിന്റെ പൂർണ്ണമായിട്ടുള്ള അധികാരം ഞങ്ങൾക്ക് മാത്രമാണ്, അത് വിട്ടുകിട്ടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാത്രമേ ഇനിയുള്ളൂ എന്നാണ്. അത് അതിശക്തമായിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് പൊസിഷനാണ്. കാരണം അതിനെ ദുർബലപ്പെടുത്തുന്ന രീതിയിൽ പണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ഉടനെ തന്നെ നമ്മൾ അതിനെ ഒരാവശ്യവുമില്ലാതെ UN കൊണ്ടുപോയതാണ്. ഒരു തേർഡ് പാർട്ടിയെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചതാണ്. പക്ഷെ പിന്നീട് ഷിംല എഗ്രിമെന്റ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും വരുന്ന സമയത്ത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള കാര്യങ്ങൾ ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഉള്ളപ്പോൾ പോലും നമ്മൾ എല്ലായ്പ്പോഴും പറഞ്ഞിട്ടുള്ളത് കാശ്മീർ വിഷയം നമ്മൾ ചർച്ച ചെയ്ത് പരിഹരിക്കും എന്നാണ്. പക്ഷെ ഇപ്പോ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഷിഫ്റ്റ് അതിൽ വന്നിരിക്കുന്നു. പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിനെ പറ്റിയാണ് ചർച്ച, അതല്ലാതെ നമ്മുടെ ജമ്മു കാശ്മീരിനെ പറ്റി യാതൊരു വിധത്തിലുള്ള ചർച്ചയുമില്ല. രണ്ടാമത്തെ വിഷയം അതിൽ വന്നിരിക്കുന്നത് ടെററിസമാണ്. അപ്പോൾ മറ്റുള്ള പല വിഷയങ്ങളുണ്ടല്ലോ, ഇൻഡസ് വാട്ടർ ട്രീറ്റി ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളുണ്ട്, അതിലൊന്നും തന്നെ ചർച്ചയില്ല എന്നുകൂടിയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ആവർത്തിച്ച് അദ്ദേഹത്തിന്റെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് രക്തവും ജലവും കൂടി ഒന്നിച്ചൊഴുകില്ല എന്ന് വെച്ചാൽ നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനം അത് ഡിപ്ലോമാറ്റിക് റാം ഡൗൺ ആയിക്കോട്ടെ, പാകിസ്ഥാനിലുള്ള സിറ്റിസൺസിന് ഇവിടെ വിസ നൽകില്ല എന്നുള്ളതായിക്കോട്ടെ, പാകിസ്ഥാൻ സിറ്റിസൺസ് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകണം എന്നുള്ളതായിക്കോട്ടെ, ഇത്തരത്തിലുള്ള ഒരൊറ്റ കാര്യത്തിലും ഇൻഡസ് വാട്ടർ ട്രീറ്റി സസ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്ത് നിന്ന് എടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ ഇനി ചർച്ചയില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി ചർച്ച ചെയ്യാൻ പറ്റുന്നത് അവിടുത്തെ ടെററിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ടെററിസ്റ്റുകളുടെ എക്സ്ചേഞ്ച്, ഈ കാര്യങ്ങൾ, അതായത് ടെററിസം എന്നുള്ള ലാർജർ അംബ്രല്ലയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും ഒപ്പം പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് അതിശക്തമായിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ഒരു പ്രധാനമന്ത്രിയുടെ രാജ്യത്തിന് നൽകിയിരിക്കുന്ന ഒരു അഡ്രസ്സിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇതാണ്. അതിനേക്കാൾ കൂടുതൽ ഗ്രാവിറ്റി ഉള്ള മറ്റൊരു പ്രസ്താവന ഇന്ന് അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം മറ്റുള്ള പല കാര്യങ്ങളും നമ്മുടെ സൈനികർ നേരത്തെ തന്നെ കൺഫേം ചെയ്തിരിക്കുന്ന കാര്യമാണ്. പക്ഷെ അതിനെ അതിശക്തമായിട്ടുള്ള ഭാഷയിൽ അദ്ദേഹം ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് ആണവ ഭീഷണി ഞങ്ങൾക്കെതിരെ വേണ്ട
എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പിന്നെ ആരെങ്കിലും അഥവാ ഇത് ഒരു തേർഡ് പാർട്ടി ബ്രോക്കർ ചെയ്തിരിക്കുന്ന പീസാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് അതിനൊരു പോസ് കൊണ്ടുവന്നുവെന്നാണ്. അതായത് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു എന്ന് മാത്രമാണ്. അതല്ലാതെ ഒരു മധ്യസ്ഥതയുടെയും അടിസ്ഥാനത്തിൽ നമ്മളിവിടെ പെർമനന്റ് ആയിട്ടുള്ള ഒരു സീസ് ഫയറിന് പോയിട്ടില്ല. പോസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മൾ പാകിസ്ഥാൻ എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായി നോക്കുന്നു എന്നാണ്. ഒപ്പം അവരുടെ ഹൃദയത്തിൽ തന്നെ വലിയ ആഘാതം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അദ്ദേഹം പറയുമ്പോൾ ഇതെല്ലാം തന്നെ നേരത്തെ നമ്മുടെ സൈനികർ തന്നെ കൺഫേം ചെയ്തിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ ബൈലാറ്ററൽ ടോക്സ് ഉണ്ടാകുന്ന സമയത്ത് ഈ രണ്ട് ടോപ്പിക്കിൽ മാത്രമാണ് എന്നും ആ രണ്ടാമത്തെ ടോപ്പിക്കിനെ നമ്മൾ ഗ്രാനുലാർ ലെവലിലേക്ക് കൊണ്ടുവന്ന് കാശ്മീർ അല്ല വിഷയം, പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരാണ് എന്ന് വളരെ പ്രിസൈസ് ആയിട്ട് പറയുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഇന്ത്യ അന്താരാഷ്ട്ര രംഗത്ത് നമ്മുടെ പൊസിഷൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ആർക്കെങ്കിലും കാശ്മീർ വിഷയം ബ്രോക്കർ ചെയ്യും എന്ന് നമ്മളോട് പറയാൻ കഴിയും? ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഇത് പറയാൻ കഴിയുമോ? കാരണം ഏകപക്ഷീയമായിട്ടുള്ള ഒരു സമീപനത്തോടു കൂടി ഒരു തേർഡ് പാർട്ടി വരില്ലല്ലോ. ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം കാശ്മീരാണ് എങ്കിൽ അത് ബ്രോക്കർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വിദേശ രാജ്യത്തിന് വേണമെങ്കിൽ ശ്രമിക്കാം. ഈ കരാർ ഷിംല എഗ്രിമെന്റ് ഉൾപ്പെടെ അതിൽ നിന്ന് വിരുദ്ധമാണ് എങ്കിൽ പോലും. പക്ഷേ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിനെ പറ്റി മാത്രമേ ഇനി ചർച്ചയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്ത്യ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന നമ്മുടെ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമായിട്ട് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന കാശ്മീരിനെ പറ്റി ചർച്ചയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു തേർഡ് പാർട്ടി വരിക? എന്ത് സൊല്യൂഷനാണ് ഒരു തേർഡ് പാർട്ടിക്ക് പാകിസ്ഥാന് മുന്നിൽ വെക്കാൻ കഴിയുക? ഇനി ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്ലെബിസൈറ്റിനെ പറ്റി പറയാൻ കഴിയുമോ? അതായത് ഈ രണ്ട് സ്ഥലത്തുമുള്ള രണ്ട് ഭാഗത്തും രണ്ട് രാജ്യത്തുമായിട്ട് നിലവിൽ ആൾക്കാർ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന കാശ്മീർ ഉണ്ടല്ലോ, അവിടെയുള്ള ആൾക്കാരുടെ ഒരു ഹിതപരിശോധന നടത്തട്ടെ എന്ന് പറഞ്ഞ് ഒരു റഫറൻഡം, ഒരു പ്ലെബിസൈറ്റ് എന്ന് പറഞ്ഞൊക്കെ ആയിരിക്കുമല്ലോ ഒരു തേർഡ് പാർട്ടി വരികയാണെങ്കിൽ. അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനെയും റൂൾ ഔട്ട് ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിനെ പറ്റി മാത്രമേ ഇനി ചർച്ചയുള്ളൂ എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റുകളിൽ മാത്രം നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി.